നമസ്കാരം. ഒരു വർഷം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1,00,000-ഓളം കുട്ടികളാണ് മിസ്സിങ് ആവുന്നത്. ഇത് ഞാൻ പറയുന്ന കാര്യമൊന്നുമല്ല, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം അവർ പറയുന്നതാണ്. അവർ പറയുന്നത് ഒരു വർഷത്തിൽ ശരാശരി 45,000 മുതൽ ഏകദേശം 1,00,000 കുട്ടികളോളം, അതായത് ചെറിയ കുട്ടികളോളം മിസ്സിങ് ആണ്. അതിൽ 70% പെൺകുട്ടികളാണ് മിസ്സിങ് ആകുന്നതെന്നാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ കരുതും ഓക്കെ ഇതൊന്നും നമ്മൾ അറിയാറില്ലല്ലോ എന്ന്. ശരിയാണ്, കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മധ്യപ്രദേശും ഡൽഹിയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ഏകദേശം നമ്മൾ സൗത്തിലേക്ക് വരുന്ന സമയത്ത് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇങ്ങനെ മിസ്സിങ് ആയിട്ട് പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കോമൺ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങൾ പോയി പെട്ടുപോകുന്ന സ്ഥലങ്ങൾ ഒരിക്കൽ പോലും ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നിന്ന് കാണാതായ ഒരു പെൺകുട്ടി, 12 വയസ്സുള്ളൊരു കുഞ്ഞാണ്. എൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ. ഒരു 12 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് എത്രത്തോളം ചിന്തിക്കാൻ പറ്റും, എത്രത്തോളം കഴിവുണ്ടായിരിക്കും, അല്ലെ എത്രത്തോളം ലോകം കണ്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിൽ ഈ പെൺകുട്ടി കുഞ്ഞിൻ്റെ ഭാഗത്ത് തെറ്റാണോ വീട്ടുകാരുടെ ഭാഗത്ത് തെറ്റാണോ എന്താണെന്നുള്ളത് വ്യക്തമായ ഒരു തെളിവൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ന്യൂസിൽ നിന്ന് കണ്ട ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് സോഷ്യൽ മീഡിയയാണ് ഇതിൻ്റെ കാരണമെന്ന് പറയും. കാരണം ഇന്ന് ഉള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും തന്നെ ഓൺലൈൻ ക്ലാസ്സും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ അവൈലബിളാണ്. വലിയൊരു ലോകമാണ് അവരുടെ മുന്നിൽ തുറന്നു കൊടുക്കുന്നത്. പലപ്പോഴും പേരൻസ് ഭയങ്കര തിരക്കായിരിക്കും. അവരുടെ ജോലിയും കാര്യങ്ങളും, അല്ലെ അവരുടെ സ്ട്രെസ്സും, അല്ലെ മറ്റു പല കാര്യങ്ങളും, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കാരണം ഈ കുഞ്ഞുങ്ങൾ ഫോണിൽ എന്ത് ചെയ്യുന്നു, അവരാരോട് സംസാരിക്കുന്നു, ഇതൊന്നും അവർക്കറിയണമെന്നില്ല. ഇപ്പോഴും നേരെ ചൊവ്വേ ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്ത പേരൻസിൻ്റെ കയ്യിലോട്ട് ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയിലുള്ള ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കിതിൻ്റെ സത്യാവസ്ഥ കറക്റ്റ് മനസ്സിലാക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഈ കുഞ്ഞെന്ത് ചെയ്തെന്നുള്ളത് മനസ്സിലാക്കണമെന്നുള്ള കഴിവുണ്ടാകണമെന്നില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഉറപ്പായിട്ടും ഈ കുഞ്ഞുങ്ങൾ ചിലപ്പം പേരൻസിനെ ചതിക്കാനും അല്ലെങ്കിൽ പറ്റിക്കാനും സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഈ കാണാതെ പോയ കുഞ്ഞിനെ പറ്റി അല്ല ഞാനീ പറയുന്നത്, ജനറലായിട്ട് ഞാൻ പറയുകയാണ്. നമ്മൾ പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ കുഞ്ഞ് എന്ത് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം. പഴയ കാലത്തൊക്കെ വീടുകളിലൊക്കെ ഗ്രാൻഡ് പേരൻസും അല്ലെ സഹോദരങ്ങളൊക്കെ കാണും. കൂട്ടുകുടുംബം വരുന്നതുകൊണ്ട് ഒരു പേരൻറ്റ് ശ്രദ്ധിച്ചില്ലെങ്കിലും മറ്റുള്ള ആൾക്കാർ ശ്രദ്ധിക്കാൻ കാണും. ഇന്നിപ്പം എല്ലാവരും മാറി ഒറ്റപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് പേരൻസ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയത്തില്ല. ക്യാമറ വെക്കും. ചില ആൾക്കാരൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ക്യാമറ വെക്കും. ആ ക്യാമറ എങ്ങനെ കവർ ചെയ്ത് പോകണം എന്നുള്ളത് കുഞ്ഞുങ്ങൾക്കറിയാം. ചെറിയ കുട്ടികൾക്ക് തന്നെ അറിയാം. നമ്മളിപ്പോൾ പേരൻറ്റിങ് കൺട്രോളൊക്കെ ചിലപ്പോൾ ഫോണിൽ ഇട്ട് കൊടുക്കും. ഈ പേരൻറ്റിങ് കൺട്രോളിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് കുഞ്ഞുങ്ങൾക്ക് നല്ലറിയാം. അവരുടെ പ്രായത്തിൻ്റെതായ ഒരു പക്വതയില്ലായ്മയാണ്. ഇപ്പം അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വാക്ക് പറഞ്ഞ് തെറ്റാണ്. പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ എന്നുള്ളത് തെറ്റാണ്. കാരണം ഈ പെൺകുട്ടിയുടെ കേസിൽ ഈ പെൺകുട്ടിയോട് കണ്ടുകിട്ടിയ സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തി 25 വയസ്സുള്ളൊരു പുരുഷനാണ്. അയാളുടെ പക്വതയില്ലായ്മ എന്ന് ആലോചിച്ച് വെക്കണം. ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു ആപത്തിൽ പെട്ടുപോയിരുന്നെങ്കിൽ, ഈ പറയുന്ന പയ്യനുണ്ടാവുന്ന അവൻ്റെ ജീവിതം നശിച്ചു പോയില്ലേ, അവനുണ്ടാവുന്ന പ്രശ്നങ്ങൾ നോക്കി അവൻ ജീവിതകാലം മുഴുവൻ ചിലപ്പം ജയിലിൽ കിടക്കേണ്ടി വന്നതിനുമായിരിക്കും. ഞാൻ പറയുമായിരുന്നു, ഏകദേശം 1,00,000-ഓളം കുഞ്ഞുങ്ങൾ ഒരു വർഷം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മിസ്സിങ് ആണ്. ഇത് പലപ്പോഴും പോകുന്നത് മനുഷ്യക്കടത്താണ്, അവയവ കടത്താണ്, അല്ലെങ്കിൽ പിന്നെ ബാലവേലയ്ക്കും മറ്റ് കാര്യങ്ങൾക്കായിട്ടൊക്കെ വിടുന്നുണ്ട്. സെക്സ് റാക്കറ്റുകളകത്ത് പോകുന്നുണ്ട്, ഭിക്ഷാടനത്തിന് വിടുന്നുണ്ട്, കുഞ്ഞുങ്ങളെ വിടുന്നുണ്ട്. പിന്നെ ഈ കുഞ്ഞുങ്ങളെ എന്താ പറയുക, നമ്മുടെ ഏറ്റവും മൃഗീയമായ രീതിയിൽ തന്നെ ഇവരെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. ഈ കുഞ്ഞുങ്ങളെ ഒരിക്കൽ പോലും ഇവർക്ക് നല്ലൊരു ലൈഫ് ലഭിക്കത്തില്ല. ചില കൊച്ചുങ്ങൾ വീട്ടിൽ നിന്ന് സ്വമേധ ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് പല രീതിയിൽ, അതായത് ഒരു പക്ഷേ വീട്ടുകാരുടെ ദേഷ്യം കൊണ്ടോ, പരീക്ഷയിൽ വന്ന പരാജയം കൊണ്ടോ, ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ട് പരിചയപ്പെടുന്ന ആൾക്കാർ നൽകുന്ന പ്രചോദനം നൽകിയോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നോക്കുമ്പോൾ കാണാം ഒരുപാട് ബ്ലോഗേഴ്സും ആൾക്കാരും ഒക്കെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നത് കാണിക്കും. നിങ്ങൾ തന്നെ പോകണം, അവിടെ പോയി കാണണം, ഇവിടെ പോയി കാണണം എന്നൊക്കെ പറയും. ഇത് ഈ ചെറുപ്രായത്തിൽ കാണുമ്പോൾ അവർക്കും ആഗ്രഹം കാണും ഒക്കെ ഇതുപോലെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. പക്ഷേ ഇതിനൊക്കെ ഒരു പ്രായമുണ്ട്. ഈ കുഞ്ഞ് ചെറുപ്രായത്തിൽ പോയി ഇതൊക്കെ ചെയ്യുമ്പം ഇതിനകത്ത് പോയി ട്രാപ്പിലാവുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുങ്ങളൊന്നും തിരിച്ച് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പലപ്പോഴും ഈ സിനിമയിലൊക്കെ കണ്ടുള്ള ശീലമേ ഉള്ളൂ ഇത്തരം സംഭവങ്ങൾ. ഇത് നമ്മുടെ ലൈഫിൽ വരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. കേരളത്തിൽ വളരെ കുറവാണ് ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ ഈ കുഞ്ഞിന് മിസ്സായ സമയത്തെ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏകദേശം 1,00,000-ഓളം കുഞ്ഞുങ്ങൾ പോകുന്നുണ്ട് നോക്കുമ്പം അവരുടെ ആ ശൃംഖല എന്തോരം വലുതാണെന്ന് നോക്കണം. നമ്മുടെ ചില പേരൻസിൻ്റെ ഒക്കെ ഒരു കുഴപ്പമുണ്ട്, കുഞ്ഞുങ്ങൾ ബോൾഡായിട്ട് വളരണമെന്ന് പറയും. തന്നെ പോയിട്ട് വാ, നല്ല കാര്യമാണ്, ഇതൊക്കെ നല്ല കാര്യമാണ്. കുഞ്ഞുങ്ങൾ പൊയ്ക്കോട്ടെ, എടുത്തോട്ടെ, ഒക്കെ ചെയ്തോട്ടെ. പക്ഷേ നമ്മുടെ ഒരു നിമിഷത്തെ
അശ്രദ്ധ മതി, ഈ കുഞ്ഞുങ്ങൾ ചിലപ്പം പോവും. ഇപ്പോൾ തന്നെ ഈ പെൺകുട്ടിയെ മിസ്സിങ് ആയി ഇത്രയും ദിവസത്തിനിടയിൽ കാണാതായി. ഈ കുഞ്ഞ് പൂനെ വരെ ചെന്നെന്ന് പറഞ്ഞു. എന്തുവായാലും ഫ്ലൈറ്റിലല്ലായിരിക്കും പോയത്, ട്രെയിനിലായിരിക്കും പോയത്. ഈ ട്രെയിനിലുള്ളവരോ അല്ലെ അവിടുത്തെ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഈ 12 വയസ്സുള്ള കുഞ്ഞ് യാത്ര ചെയ്യുന്നത് നോട്ടിഫൈ ചെയ്തില്ല എന്ന് ചിന്തിച്ച് നോക്കി. ശരിയായിരിക്കാം, ചിലപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരിക്കും കയറിയിരിക്കുന്നത്. TTR ഒന്നും കൃത്യമായിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ചെക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പം ഒരു ചെറിയ പഴുതി പോലും ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. കേരള പോലീസ് വളരെ ശക്തമായ രീതിയിൽ ഇടപെട്ടതുകൊണ്ടും വളരെ ഫാസ്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുത്തതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ ഇന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയത്. ഒരു പക്ഷേ അത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പോരായ്മയോ അല്ലെങ്കിൽ ഒരു തടസ്സമോ അല്ലെങ്കിൽ താമസമോ വന്നു പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു കുടുംബത്തിലെ വലിയൊരു കണ്ണീരായിട്ടുള്ള ദുഃഖത്തിലേക്ക് പോയനമായിരുന്നു ഈ കുഞ്ഞ്. ഇപ്പോൾ ഈ നമ്മളുടെ കുഞ്ഞുങ്ങളോട് ഞാൻ നമ്മൾ വ്യക്തമായി സംസാരിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കേണ്ടതാണെന്നോ അല്ലെ അവർക്ക് ഫ്രീഡം കൊടുക്കേണ്ടതാണെന്നോ അവരാൾക്കാരോട് മിണ്ടുന്നത് തെറ്റാണെന്നോ അല്ല സോഷ്യൽ മീഡിയ ഇരിക്കുന്നത് തെറ്റാണെന്നൊന്നുമല്ല. അവരൊക്കെ ചെയ്തോട്ടെ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തായിട്ട് നമ്മുടെ ഒരു കരുതൽ വേണം. നമ്മുടെ ഒരു കണ്ണ് അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്കൊരു തോന്നലുണ്ടാവണം. അല്ലാതെ കുഞ്ഞുങ്ങളെ തോന്നിയ രീതിയിൽ വിട്ടുവോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് മിണ്ടാതിരിക്കുകയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ പറഞ്ഞല്ലോ നഷ്ടം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്തൊക്കെ പറഞ്ഞാൽ ഇതൊന്നും പെട്ടെന്നൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഉള്ള ക്രൈം റെക്കോർഡ്സ് ഉണ്ടായിട്ട് പോലും ഈ ഒരു ശൃംഖലയെ തകർക്കാൻ നമ്മുടെ രാജ്യത്ത് പറ്റുന്നില്ല. കാരണം അതുപോലെ വലിയൊരു ശൃംഖലയാണ്. അതുപോലെ പൈസ ഉണ്ടാക്കിയിട്ട് മുടക്കുന്ന അല്ലെങ്കിൽ അതുപോലെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കാം. പക്ഷേ നമ്മുടെ നഷ്ടം മാത്രമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതാനും സംരക്ഷിക്കേണ്ട ആവശ്യം നമ്മുടെ മാത്രമാണ്. താങ്ക് യു.